കൂട്ടുകാരെ നമസ്കാരം. ഞാൻ ഐനെറ്റിലുള്ള പ്രശാന്ത് ചേട്ടൻ്റെ ഫാമിൽ ഇതെന്നാണെന്നറിയോ, ഇത് ജാതിക്ക, ആഫ്രിക്കൻ ജാതിക്ക. അതിനെക്കുറിച്ച് പ്രശാന്ത് ചേട്ടൻ പറഞ്ഞുതരും. ഇത് എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ആഫ്രിക്കൻ നെറ്റ്മെക്ക് എന്ന് പറയും. ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ജാതിക്ക പോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. പക്ഷേ ഇതിന് പത്രയില്ല. പക്ഷെ കുരുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇതിൻ്റെ അകത്ത് ധാരാളം കുരുക്കളുണ്ടാവും. നമ്മൾ ആ ജാതിക്കുരു ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരത് സ്പൈസസ് അതിൻ്റെ അകത്ത് മസാലയ്ക്കകത്തൊക്കെ ഇവർ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ആഡ് ചെയ്യുന്നു. നമ്മുടെ ജാതി കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടോ? കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടോ? നമുക്കിവിടെ ഇത് ആയി വരുന്നില്ല. ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. ടേസ്റ്റ് എങ്ങനെയാ ഇതിന്റെ? ടേസ്റ്റ് ജാതിക്കാവരുടെ കുരു പോലെ തന്നെ പത്രയില്ല, ചെറിയ കുരുവാണ്. തൊണ്ട് ഇത് നമ്മുടെ തൊണ്ട് പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. സീഡ് മാത്രമേ ഇതിനകത്ത് കൂടുതൽ, പക്ഷേ സീഡിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ഇതുണ്ടല്ലോ, ഇതിപ്പോ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോയൊക്കെ വരും, 1/2 കിലോ 1 കിലോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഇഷ്ടംപോലെ സീഡ് ഉണ്ടാവും. ഈ സീഡാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇത് ഏത് സീസണിലാണ് കൂടുതൽ? ഇപ്പൊ ഈ സമയത്താണോ, വേനൽക്കാലത്താണോ കൂടുതൽ? സീസണില്ല, ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഡിമാൻഡ് ഉണ്ട്, അറിയാവുന്ന ആൾക്കാർ ഇത് മേടിക്കുന്നുണ്ട്. ഇതിനാണും പെണ്ണുമില്ല. കുരുമുളച്ച വെക്കണതെല്ലാം കായ്ക്കും. നമുക്കിവിടെ 4 മരമുണ്ട്. 4 മരവും കണ്ടിന്യൂസ് ആയിട്ട് കായ്ക്കും. ഇത് ഗുണം ചെയ്യുന്ന സാധനം. പക്ഷെ അറിയാവുന്നവർ നന്നായിട്ട് മേടിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നല്ല ഓർഡർ വരുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഉദരസംബന്ധമായ ഈ ഡൈജസ്റ്റ് ആകാതിരിക്കുക, അതായത് നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ അതുപോലെ സൂപ്പുകൾ ഇതിൻ്റെ അകത്തൊക്കെ അവർ റെഗുലറായിട്ട് ഇത് ആഡ് ചെയ്യുന്ന സാധനമാണ് ആഫ്രിക്കൻ നെറ്റ്മെക്ക്. ചെടി നട്ടാൽ എത്ര നാൾ കൊണ്ട് കായ്ക്കും? 3 വർഷം. നമ്മൾ സീഡ്ലിംഗ് ആണോ വരുന്നത്? കുരുമുളച്ച ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കുരുമുളച്ച തന്നെ 3 വർഷം കൊണ്ട് കായ്ക്കും. ഒരു 10 വർഷം പഴക്കമുള്ള ചെടിയാ. പക്ഷെ ഇതിന് അധികം വലിയ വലിപ്പത്തിലേക്ക് പോകില്ല. പക്ഷെ ഉള്ളതിൽ നിറയെ കായ ഉണ്ടാവും. എപ്പോഴും നനച്ചു കൊടുക്കണോ? വേനലിൽ പ്രശ്നമുണ്ടോ? വെള്ളം വേണം. വെള്ളം നിർബന്ധമാണ്.